ഹായ് ഓൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടെമ്പററി ഇംപ്യൂരിറ്റി ആൻഡ് പെർമനൻറ്റ് ഇംപ്യൂരിറ്റി. താൽക്കാലിക അശുദ്ധിയും സ്ഥിരമായ അശുദ്ധിയും തമ്മിൽ വേർതിരിക്കുക. ആൻസർ, ജാതി ബ്രാഹ്മണരെയും തൊട്ടുകൂടാത്തവരെയും പ്രത്യേകം വേർതിരിക്കൂ എന്നതാണ് ഡ്യൂമോണ്ടിൻ്റെ പൊതുവീക്ഷണം. ഒറ്റ നോട്ടത്തിൽ ഈ വേർപെടുത്തൽ ശുചിത്വത്തിൻ്റെ പേരിലാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒരു മതപരമായ സങ്കല്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ അവരുടെ ജൈവ ജീവിതവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക അശുദ്ധി എന്ന ആശയമാണ് ഈ ശുദ്ധിയും അശുദ്ധിയും എന്ന ആശയത്തിന് പിന്നിലെ കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഗ്രൂപ്പുകളുമായുള്ള ഇടപെടൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ സ്ഥിരമായ അശുദ്ധിയിലേക്ക് നയിക്കുന്നുവെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനനം, മരണം, മറ്റ് വ്യക്തിഗത സംഭവങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ ജീവിത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അശുദ്ധി എന്ന പൊതുസങ്കല്പമാണ് ഡ്യൂമോണ്ട് പുറത്തു കൊണ്ടുവരുന്നത്. താൽക്കാലിക അശുദ്ധി ബാധിച്ചവർ ഒറ്റപ്പെട്ടവരാണ്. ഈ ഒറ്റപ്പെടൽ ഹിന്ദു സമൂഹത്തിൽ മാത്രമുള്ളതായിരുന്നില്ല. ഇതിന് സമാന്തരമായ പ്രവർത്തികൾ പോളിനേഷ്യയിലും കത്തോലിക്ക മതത്തിലെ ചില ആചാരങ്ങളിലും കാണാം. എന്നാൽ ഹിന്ദുമതം ഈ ജോലികൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം നൽകിക്കൊണ്ട് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. ഈ വിഭാഗത്തിന് അശുദ്ധി എന്നേക്കും ഒരു ഭാരമായി നിൽക്കുന്നു. അധ്വാനിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെയോ ജാതിയുടെയോ അശുദ്ധിയുടെ തോത് തൊഴിലിൻ്റെ അശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശവങ്ങളും മൃഗങ്ങളുടെ തൊലിയും കൈകാര്യം ചെയ്യുന്ന ചണ്ഡാലന്മാർ, ചാമർമാർ എന്നിവർ യഥാക്രമം ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ളവരായി കണക്കാക്കപ്പെടുന്നു. അശുദ്ധിയുടെ മറ്റൊരു വശം സമ്പർക്കം പുലർത്തുന്ന വ്യക്തികളുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തും എന്ന ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. അശുദ്ധി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ ജനനം, മരണം, ആർത്തവം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ താൽക്കാലിക അശുദ്ധി ഉണ്ടാക്കുന്നു. ബ്രാഹ്മണൻ്റെ പരിശുദ്ധി സമൂലമായി ഇല്ലാതാക്കുന്നതുവരെ തൊട്ടുകൂടായ്മ ഇല്ലാതാകില്ലെന്ന് ഡ്യൂമോണ്ട് നിരീക്ഷണം നടത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡ്യൂമോണ്ട്സ് ഐഡിയ ഓഫ് ഹോളിസം ടു അനലൈസ് ദ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ ശ്രേണിബദ്ധ ഘടന വിശകലനം ചെയ്യുന്നതിനായി ഡ്യൂമോണ്ടിൻ്റെ ഹോളിസത്തെ കുറിച്ചുള്ള ആശയങ്ങൾ വിലയിരുത്തുക. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലെയിൻ ഡ്യൂമോണ്ട്സ് ഐഡിയാസ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ തൊഴിൽ വിഭജനത്തെക്കുറിച്ചുള്ള ഡ്യൂമോണ്ടിൻ്റെ ആശയങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ, തൻ്റെ ഹോളിസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഡ്യൂമോണ്ട് ജാതിയുടെ പരസ്പരാശ്രിതത്വവും സ്പെഷ്യലൈസേഷനും പഠിക്കുന്നു. ജാതികളെ മൊത്തത്തിൽ ഒന്നിലധികം തൊഴിലുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ കേന്ദ്രീകരണം ഗ്രാമങ്ങളിൽ ഒരു പരസ്പരാശ്രിതത്വം സൃഷ്ടിക്കുന്നു. ജാതി തൊഴിൽ കേന്ദ്രീകരണം ആയിരുന്നെങ്കിലും ഗിൽഡ് സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പരമ്പരാഗത ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അടിസ്ഥാന സമ്പ്രദായമായിരുന്നു ജജ്മാനി സമ്പ്രദായത്തെ കുറിച്ച് ഡ്യൂമോണ്ട് പറയുന്നുണ്ട്. ജജ്മാനി സമ്പ്രദായം എന്നത് താഴ്ന്ന ജാതിക്കാർ താമസം, ഭക്ഷണം, സംരക്ഷണം എന്നിവയ്ക്കായി ഉന്നത ജാതിക്കാരുടെ ഭൂമിയിൽ അധ്വാനിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ജാതി വ്യവസ്ഥയിൽ ഭൂ ഉടമകളും ഒട്ടും ഭൂമി സ്വന്തമായില്ലാത്തവരും ഉണ്ടായിരുന്നു. അതായത് ജാതി വ്യവസ്ഥയിൽ ഭൂ ഉടമകളും ഉണ്ടായിരുന്നു, ഒട്ടും ഭൂമി സ്വന്തമായിട്ടില്ലാത്തവരും ഉണ്ടായിരുന്നു. മേധാവിത്വ ജാതികളാണ് ഭൂ ഉടമകൾ. മറ്റുള്ളവർ ഇവർക്ക് കീഴിൽ അധ്വാനിച്ചു. ഉന്നത ജാതിക്കാരിൽ ചിലർക്ക് പാട്ടം ലഭിച്ചിരുന്നു. താഴ്ന്ന ജാതിക്കാർ കാർഷിക അടിമകളായിരുന്നു. അവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും മാത്രമേ നൽകിയിരുന്നുള്ളൂ. കൂലി ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ മേധാവിത്വ ജാതി നമ്പൂതിരിമാർ അഥവാ ബ്രാഹ്മണർ ആയിരുന്നു. ശേഷിക്കുന്നവർ കുടിയാന്മാരും. ജാതിയും തൊഴിലും വിവരിക്കുന്നയിടത്ത് ഡ്യൂമോണ്ട് പറയുന്നത് കാർഷിക തൊഴിലാളികളും ഓരോ ജാതികൾക്കും അതിൻ്റെ
അതിൻ്റേതായ തൊഴിൽ നിശ്ചയിച്ചതിനാൽ അത് ചെയ്യുന്നവരും മതപരമായ കർമ്മങ്ങൾ നടത്തുന്നവരും നിർബന്ധിത തൊഴിൽ ചെയ്യുന്ന തൊട്ടുകൂടാത്തവരും സമൂഹത്തിലുണ്ടായിരുന്നു എന്നാണ്. ബ്രാഹ്മണർ മതകർമ്മങ്ങൾ ചെയ്തു. തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നവർ തോട്ടിപ്പണിക്കാരും കള്ളുചെത്തുകാരുമായിരുന്നു. ബ്രാഹ്മണർ പൂജാകർമ്മങ്ങളിലൂടെയും മറ്റു മേധാവിത്വം നിലനിർത്തുകയും ആ ജോലികൾ മറ്റു ജാതികൾ ചെയ്യുന്നതിനെ കർശനമായി വിലക്കുകയും ചെയ്തു. ഓരോ ജാതിക്കാരും സമൂഹത്തിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ അവരുടേതായ പങ്ക് നിർവഹിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിലെ തൊഴിൽ വിഭജനം മതത്തിൽ നിന്നുള്ള പരസ്പരാശ്രിതത്വത്തെ ഇല്ലാതാക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇത്രയുമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് സെപ്പറേഷൻ ഇൻ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജാതി ബന്ധുത്വ സമ്പ്രദായങ്ങളിലെ വേർതിരിവ് എന്ന സങ്കല്പം വിലയിരുത്തുക. ആൻസർ: ജാതിയുടെ സ്വഭാവ സവിശേഷതകളിൽ നിർണായകമായ ഒന്നാണ് വേറിട്ട് നിൽക്കൽ. വിവാഹ കാര്യത്തിൽ മാത്രമല്ല വേർപിരിയൽ പരസ്പരമുള്ള സ്പർശനത്തിലും ഭക്ഷണത്തിലും വരെ ഉണ്ടായിരുന്നു. ഈ വിഭജനത്തെക്കുറിച്ചുള്ള പഠനം ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളെയും സിദ്ധാന്തങ്ങളെയും കൂടാതെ തെക്കുവടക്കേ ഇന്ത്യയിലുടനീളം ശേഖരിച്ച എത്നോഗ്രാഫിക് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്. വിവാഹ ആഘോഷങ്ങളുടെ കാര്യത്തിലാണ് വിവാഹത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. വിവാഹത്തിൻ്റെ പവിത്രത ഇന്ത്യയിലുടനീളമുള്ള വിവിധ മേഖലകളിലും ജാതികളിലും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചു. വിവാഹത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ കാണപ്പെടുന്ന രണ്ട് സവിശേഷതകളാണ് ജാതിയും ബന്ധുത്വവും. ജാതി വ്യവസ്ഥയിൽ സ്വഗണ വിവാഹമാണ് നിലനിന്നിരുന്നത്. അത് ജാതിയുടെ പവിത്രത നിലനിർത്താൻ ആവശ്യമായിരുന്നു. മറ്റു ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. വിഭജനത്തിൻ്റെ മറ്റൊരു രൂപം നേരിട്ടോ അല്ലാതെയോ ഉള്ള ബന്ധത്തിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. നേരിട്ട് തൊട്ടുകൂടായ്മ അനുഭവിക്കപ്പെട്ടു. വിവിധ ഇൻഡോളജിക്കൽ ഗ്രന്ഥങ്ങളെയും സ്വന്തം നിരീക്ഷണത്തെയും അടിസ്ഥാനപ്പെടുത്തി തൊട്ടുകൂടായ്മ ഡ്യൂമോണ്ട് രണ്ട് രീതിയിൽ സാമാന്യവൽക്കരിച്ചു. മതപരമായ അപകർഷകതയും ഭൗതിക അടിച്ചമർത്തലുമാണ് അത്. തൊട്ടുകൂടായ്മ ഉള്ളവർക്ക് മതപരമായും താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ദേവാലയങ്ങൾ പ്രവേശിക്കാനോ മതകർമ്മങ്ങൾ പങ്കെടുക്കാനോ അനുമതിയുണ്ടായിരുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭൂ ഉടമസ്ഥതയോ ഒന്നും അവർക്കില്ലായിരുന്നു. ഭൂ ഉടമകൾ അവരെ മരണം വരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. പരോക്ഷ മലിനീകരണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഭക്ഷണവും പാനീയങ്ങളും സേവിക്കുന്നതിനെക്കുറിച്ചും ഉപഭോഗത്തെക്കുറിച്ചും ഡ്യൂമോണ്ട് ചർച്ച ചെയ്യുന്നു. പാചകത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും രീതികളിലും ഇടയ്ക്കിടെയുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് വ്യാപിച്ചതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. വേദങ്ങളിലും മനുസ്മൃതിയിലും സസ്യാഹാരവും മറ്റ് ഭക്ഷണ രീതികളും പറയുന്നുണ്ട്. അപ്പോൾ ഇതോടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹോമോ ഹൈറാർക്കിക്കസ് അക്കോർഡിംഗ് ടു ഡ്യൂമോണ്ട്? ഡ്യൂമോണ്ടിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഹോമോ ഹൈറാർക്കിക്കസ്? ഇതിൻ്റെ ആൻസർ 1966 ഫ്രഞ്ച് ഭാഷയിൽ ഡ്യൂമോണ്ട് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഹോമോ ഹൈറാർക്കിക്കസ്. 1970 അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അതിൻ്റെ മുഴുവൻ പതിപ്പിലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണമാണ് നൽകുന്നത്. തൻ്റെ കാലത്തെ ജാതിയും അതിൻ്റെ ഭരണപരമായ ആശയങ്ങളും സ്ഥാപിക്കുന്നതിനായി ഡ്യൂമോണ്ട് എത്നോഗ്രാഫിക് ഡാറ്റയും സ്വീകരിച്ചു. ജാതിയെക്കുറിച്ചുള്ള പാശ്ചാത്യ ധാരണയെ സാധാരണയിൽ നിന്നുള്ള വ്യതിചലനമായി അദ്ദേഹം വിമർശിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിലെ സമത്വത്തിൻ്റെ ആദർശങ്ങൾക്ക് എതിരായി അദ്ദേഹം സ്ഥാപിക്കുന്ന അധികാരശ്രേണി എന്ന ആശയമാണ് ഈ കൃതിയുടെ കേന്ദ്രബിന്ദു. ജാതിയെ വാചകപരമായി നിർമ്മിച്ച ഒരു ശ്രേണിയുടെ സിദ്ധാന്തത്തിലേക്കുള്ള ഒരു പ്രസ്ഥാനമായി ഈ പുസ്തകത്തെ മനസ്സിലാക്കണം. സമൂഹത്തെ മുഴുവൻ പാരമ്പര്യ ഗ്രൂപ്പുകളായി വിഭജിക്കുകയും പരസ്പരം വേർതിരിച്ച് 3 സ്വഭാവ സവിശേഷതകളാൽ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തു. ശ്രേണി സങ്കല്പത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തുടങ്ങുന്നത്. തുടർന്ന് ജാതിയെക്കുറിച്ചും ഈ ശ്രേണികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. ജാതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം വ്യക്തിഗത ജാതികളെക്കാൾ മുഴുവൻ ജാതി വ്യവസ്ഥകളെയും നോക്കണം. ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം സമൂഹങ്ങളിലും അവരുടെ മതങ്ങളിലൂടെ പ്രതിഫലിക്കുന്നു. ജാതി സമൂഹത്തിന് മതപരമായ സ്വഭാവമായിരിക്കും. ശ്രേണീക്രമതത്വം മനസ്സിലാക്കാൻ അദ്ദേഹം പരിശുദ്ധിയുടെയും അശുദ്ധിയുടെയും ബൈനറിയെ ബന്ധിപ്പിക്കുന്നു. ഇതിനപ്പുറം
4 വർണ്ണങ്ങളുടെയോ നിറങ്ങളുടെയോ ഒരു ശ്രേണിയുമുണ്ട്. ബ്രാഹ്മണർ അഥവാ പുരോഹിതന്മാർ, ക്ഷത്രിയർ അഥവാ യോദ്ധാക്കൾ, വൈശ്യർ അഥവാ കച്ചവടക്കാർ, ശൂദ്രർ എന്നിവരാണ്. ഈ വർഗീകരണത്തിന് പുറത്തുള്ളവരാണ് തൊട്ടുകൂടാത്തവർ. ഇവിടെ ആത്മീയ അധികാരം ബ്രാഹ്മണരുടെ കൈവശമാണ്. അവർ ക്ഷത്രിയർ, രാജാക്കന്മാരോ ഭരണാധികാരികളോ ആണെന്നതിനാൽ അവർക്ക് താൽക്കാലികമായി കീഴടങ്ങുന്നു. ജാതിയും വർണ്ണവും പരസ്പരം വിരുദ്ധമാണെങ്കിലും രണ്ടും സംഗ്രഹിക്കുമ്പോൾ ചില സവിശേഷതകൾ ശ്രദ്ധിക്കപ്പെടാം എന്ന് ഡ്യൂമോണ്ട് പറയുന്നു. വർണ്ണം, ജാതി എന്നീ ആശയം അകലുന്നു എന്ന ആശയം പങ്കിടുന്നു. ഇത് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നു. ജാതി പ്രവർത്തനത്തെക്കാൾ പാരമ്പര്യത്തെ പിന്തുടരുന്നു. ജാതി ജനനത്താൽ നിശ്ചയിക്കപ്പെടുന്നതാണ്. ജാതി വ്യവസ്ഥയിൽ ജാതി അവരുടെ തൊഴിലിനെ കലത്തൊഴിൽ എന്ന് വിളിക്കുന്നു. ഈ തൊഴിൽ അവർ ഉൾക്കൊള്ളുന്ന വർണ്ണത്തെ നിർണ്ണയിക്കും. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത് എസ്സേ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.